എന്റെ ചേട്ടന്റെ 2 പല്ല് പറിക്കാനുണ്ട്. ഒരു മുതലയുമായി വഴക്കിട്ടതാ. ചേട്ടന്റെ 4 പല്ല് പോയി. 2 പറിക്കണം. ചേട്ടനോട് ചെല്ലാമോന്ന് ചേട്ടൻ ചോദിച്ചു. എടോ ശേരു, തനിക്ക് പറ്റിയ പണിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഹി ഹി. ഈ അനിയനെലിയുടെ ചേട്ടനെലിയുടെ പല്ല് പറിക്കണം. ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഹി ഹി. എന്ത് ബുദ്ധിമുട്ട്? ബുദ്ധി ഒട്ടും മുട്ടില്ല. വയറു നിറയെ തിന്നാൻ തരുമെന്ന് പറയാൻ പറഞ്ഞു. ഏ? അതെ, ചേട്ടന്റെ പല്ലല്ലേ? അതെ. എന്നാലേ ഞാൻ വരാം. ശേരുവായ ശരിയാവില്ല. അനിയൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പല്ല് പറിക്കുന്ന കാര്യവും പറഞ്ഞു, കൂലിയുടെ കാര്യവും. ഹി ഹി. കൂലി ആദ്യം വേണോ പണി കഴിഞ്ഞിട്ട് വേണോ? കൂലി ആദ്യം തന്നാലും എനിക്ക് കുഴപ്പമില്ല. ഹി ഹി. തീർന്നോ? എന്നാ പോയി പണിയങ്ങ് തീർക്കാം. ഹി ഹി. ശരി. ഏ, ഇതെങ്ങോട്ടാ പോകുന്നത്? മുതലവാലുകൊണ്ട് അടി കൊണ്ടാ എന്റെ 4 പല്ല് പോയത്. നഷ്ടപരിഹാരം തരണമെന്ന് ഞാൻ പറഞ്ഞു. മുതല സമ്മതിച്ചില്ല. തർക്കമായി. ഒടുക്കം ബബ്ബനാനിയാ നിയമപ്രകാരം വാദം കേട്ട് വിധി പറഞ്ഞത്. പോയ 4 പല്ലിന് പകരം മുതലയോട് 2 പല്ലെടുത്തോളാൻ പറഞ്ഞു നിയമപ്രകാരം. ദാ കിടക്കുന്നു, ചേട്ടൻ പോയി പറിച്ചോ. ഏ? മുതലപ്പല്ലോ? തന്റെ പല്ല് പറിക്കാനാണെന്നല്ലേ പറഞ്ഞത്? നിയമപ്രകാരം 2 മുതലപ്പല്ലിപ്പോ എന്റെ ആണല്ലോ, അതാ ഉദ്ദേശിച്ചത്.